ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയും അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ബ്രെയിൻ എന്താണെന്ന് പറയാം. ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ കേന്ദ്ര ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ബ്രെയിന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് തലയോട്ടി കൊണ്ടാണ്. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. തലയോട്ടിക്കുള്ളിലാണ് നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ്, എ 3 ലെയർഡ് മെമ്പറൈൻ. ഒരു 3 ലെയർഡ് ആയിട്ടുള്ള 3 ലെയറുള്ള മെമ്പറൈൻ, അതിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ മൊത്തത്തിൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെമ്പറൈൻസ് ഓഫ് ദ മെനിഞ്ചസ് ആൻഡ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. അതായത് നമ്മുടെ മെനിഞ്ചസ് എന്ന് പറയുന്ന ഇന്നർ മെമ്പറൈൻസ് കാണപ്പെടുന്ന മെനിഞ്ചസിൻ്റെ ഇന്നർ മെമ്പറൈൻസിനെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്സ് ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ വെൻട്രിക്കിൾസിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്സ് ഫിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്തിരിക്കുന്നത് ബ്ലഡിൽ നിന്നാണ്. അത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് 3 ലെയർഡാണ്. അതായത് 3 ലെയർഡാണ്. തലച്ചോറിൻ്റെ മേളിൽ അപ്പർ പാർട്ടിലാണ് കാണപ്പെടുന്ന മെനിഞ്ചസ്. അതിൽ 3 ലെയേഴ്സാണ് കാണപ്പെടുന്നത്. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. അതായത് നമ്മുടെ ബ്രെയിന് ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിനിനുള്ളിലെ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സഹായിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രെയിന് മെയിനായിട്ടും ഏതൊക്കെ പാർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 5 ഡിഫറെൻറ്റ് പാർട്സ് ആണ് ബ്രെയിനിനുള്ളത്. നമ്മുടെ തലച്ചോറിലെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഓരോ പാർട്സാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഓരോ പാർട്സും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മെയിനായിട്ട് 5 പാർട്സാണ് പറയുന്നത്. തലാമസ്, സെറിബ്രം, സെറിബെലം, മെഡുല ഒബ്ലോങ്കേറ്റ ആൻഡ് ഹൈപ്പോതലാമസ്. ആ ഓരോ പാർട്സാണ് ആ ലേബൽ ചെയ്തിട്ടിരിക്കുന്നത്. സെറിബ്രം, സെറിബലം, തലാമസ്, മെഡുല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ് എന്നീ 5 മെയിൻ പാർട്സാണ് നമ്മുടെ ബ്രെയിനിനുള്ളത്. ഇനി ഓരോ പാർട്സും ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ തലാമസ്. തലാമസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സെറിബ്രത്തിന് താഴെയാണ്. സെറിബ്രത്തിന് താഴെയായിട്ടാണ് തലാമസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നില്ലേ, ഇതാണ് സെറിബ്രം. ആ മുകളിൽ കാണുന്ന ആ ഒരു ഭാഗമാണ്, 2 കൊടുത്തിരിക്കുന്ന ഭാഗമാണ് സെറിബ്രം. അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ തലാമസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒന്നൊന്ന് കൊടുത്തേക്കുന്നതാണ് തലാമസ്. തലാമസ് അവിടെയായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് സെറിബ്രമാണ്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, അതാണ് ഒരുപാട് നമ്മുടെ തലച്ചോറിനെ മൊത്തത്തിൽ ആവരണം ചെയ്തിരിക്കുന്നത് സെറിബ്രം കൊണ്ടാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നെക്സ്റ്റ് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആൻഡ് സീൻ. ഫോൾസ് ആർ സീൻ. ഒരുപാട് ചുളിവുകളും മടക്കുകളും ഒക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയും. ഈ 2 കൊടുത്തിരിക്കുന്ന ഭാഗമാണ് സെറിബ്രം. അവിടെ നമുക്ക് ഒരുപാട് ചുളിവുകളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അതാണ് ലാർജസ്റ്റ് പാർട്ട് ബ്രെയിനിൻ്റെ. നെക്സ്റ്റ് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ഒരുപാട് ഫിഷേഴ്സും ഫോൾസും സീൻ ചെയ്യുന്നു. പിന്നെ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കാൾഡ് കോർട്ടെക്സ് ആൻഡ് ദ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കാൾഡ് മെഡുല. ഗ്രേ കളറായിട്ടുള്ള ഔട്ടർ പാർട്ടിന് പറയുന്ന പേരാണ് സെറിബ്രം. അതിൻ്റെ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് വൈറ്റ് കളറായിരിക്കും, അതിന് പറയുന്ന പേരാണ് മെഡുല. നെക്സ്റ്റ് സെറിബെല്ലമാണ്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബെലം. ഇറ്റ് ഈസ് സീൻ ബിഹൈൻഡ് ദ സെറിബെലം ആസ് 2 ഫ്ലാപ്സ്. സെറിബ്രത്തിന് പുറകിലായിട്ടാണ് കാണപ്പെടുന്നത് സെറിബെലം. അത് 2 ഫ്ലാപ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസന്റ്. സെറിബ്രത്തിലുള്ളതുപോലെ തന്നെ മടക്കുകളും ചുളിവുകളും എല്ലാം സെറിബെലത്തിലും കാണപ്പെടുന്നു.
ഈ 3 കൊടുത്തിരിക്കുന്നതാണ് സെറിബലം. അവിടെയും അത് അതിൻ്റെ താഴെയായിട്ടാണ്, സെറിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. മടക്കുകളും ചുളിവുകളും സെറിബ്രത്തിലുള്ള പോലെ തന്നെ സെറിബലത്തിലും കാണപ്പെടുന്നു. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നെക്സ്റ്റ് മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. മെഡുല ഒബ്ലോങ്കേറ്റ, ഇറ്റ് ഈസ് എ റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലോങ്കേറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദ സെറിബലം. അത് ബിലോ, സെറിബ്രത്തിന് താഴെയായിട്ടാണ് മെഡുല ഒബ്ലോങ്കേറ്റ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് റോഡ് ഷേപ്ഡ്, അത് റോഡ് ഷേപ്പാണ്, സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. മെഡുല ഒബ്ലോങ്കേറ്റയാണ് 4 കൊടുത്തിരിക്കുന്ന ആ ഭാഗം. സെറിബ്രത്തിന് താഴെയായിട്ട് സെറിബലത്തിനടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് റോഡ് ഷേപ്ഡ്. നെക്സ്റ്റ് ഹൈപ്പോതലാമസ് ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. അതായത് തലാമസിന്റെ താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. ആ ചെറിയ ഭാഗമാണ്. ആ 4 കൊടുത്തേക്കുന്നതിൻ്റെ 1 കൊടുത്തേക്കുന്നതിൻ്റെ ഇതാണ് തലാമസ്. തലാമസിന്റെ 1 കൊടുത്തേക്കുന്ന ഭാഗത്തിന്റെ താഴെ 5 എന്ന് നമ്പർ ഇട്ടേക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. അത് തലാമസിന്റെ താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത് ബ്രെയിനിൽ. ഇനി നമുക്ക് അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെയിനും മെയിനായിട്ടും ഈ 5 പാർട്സിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ആദ്യമായിട്ട് സെറിബ്രത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. സെറിബ്രമാണ് നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഓർമ്മകളെയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ എന്തിനു ചെയ്യുന്നത്, ഇവോക്ക് ചെയ്യുന്നത് സെറിബ്രമാണ്. ഇത് ഇവോക്സ് സെൻസേഷൻസ്. ഇത് കൺട്രോൾസ് വോളുണ്ടറി മൂവ്മെന്റ്സ്. അത് ഐച്ഛിക ചലനങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചലനങ്ങളെ അത് നമ്മുടെ സെറിബ്രം കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെറിബലം. Cerebellum is the second largest part of the brain. It coordinates muscular activities and maintains equilibrium of the body. അത് നമ്മുടെ ശരീരത്തിന്റെ മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് തലാമസ്. തലാമസ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫോം ദ സെറിബ്രം. അത് നമ്മുടെ ഇമ്പൾസസിന് ഒരു റിലേ സ്റ്റേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ സെൻസും അത് കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. നമ്മുടെ ശരീരത്തിന് ഓരോ ഭാഗത്തുള്ള ഓരോ ഇമ്പൾസസിനെ അനലൈസ് ചെയ്ത് അത് നമ്മുടെ സെറിബ്രത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പൾസസിനെ നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ തലാമസ് ആണ്. നെക്സ്റ്റ് മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല ഒബ്ലോങ്കേറ്റ കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹേർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. അനൈച്ഛിക ചലനങ്ങളാണ് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഹൃദയമിടിപ്പ്, ശ്വാസം, അതുപോലെ ശ്വാസം എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. അതൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ വഴിയാണ്. നെക്സ്റ്റ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ്. നമ്മുടെ ആന്തരിക സമസ്ഥിതി നിലനിർത്തുന്നതിൽ ഹൈപ്പോതലാമസ് ആണ് ഒരു മേജർ റോള് ക്യാരി ചെയ്യുന്നത്. അതായത് എക്സ്ക്രീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് സ്ട്രക്ചറും ഫങ്ഷൻസും എല്ലാം ബ്രെയിനിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏതൊക്കെ പാർട്സ് ആണ് ഓർത്തിരിക്കേണ്ടത്, മിക്കവാറും നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്രെയിനിനെ പറ്റി ഓർത്തിരിക്കേണ്ടതാണെന്ന് ഇനി പറയാൻ പോകുന്നത്. ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും മുഖ്യ ഭാഗമാണ് ബ്രെയിൻ. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ബ്രെയിൻ ആണെങ്കിൽ തലയോട്ടിക്കുള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിഞ്ചസ്, എ 3 ലെയർഡ് മെംബ്രെയിൻ. ബ്രെയിന് കവേർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു 3 ലെയറുള്ള ആവരണം കൊണ്ടാണ്. ദ മെയിൻ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇൻക്ലൂഡ് സെറിബ്രം, സെറിബലം, തലാമസ്, മെഡുല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ്. ബ്രെയിനിൻ്റെ 5 മെയിൻ പാർട്സ് ആണ്.
മെയിനായിട്ട് ബ്രെയിൻ ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെറിബ്രം, സെറിബലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലോങ്കൈറ്റ്. ഈ 5 പാർട്സ് ആണ് മെയിനായിട്ടും ബ്രെയിനിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ്, സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ പറഞ്ഞ സെറിബ്രം. സെറിബലം ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബലമാണ്. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ ആൻസർ ചെയ്യണം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ മേജർ പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിൻ്റെ ഏറ്റവും മേജർ പാർട്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ചോദിച്ചത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഏതാണ് ബ്രെയിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് വലിയ ഭാഗം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഹൈപ്പോതലാമസിന്റെ ഫങ്ഷൻ. നാലാമത്തെ, നെയിം ദ 3 ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ബ്രെയിൻ. അതായത് ബ്രെയിനെ കവർ ചെയ്തിരിക്കുന്ന 3 ലെയറുള്ള മെംബ്രെയിൻ ഏതാണ്, അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.